സുവിശേഷ വിലക്കും ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാനുള്ള ധൈര്യം. ഞങ്ങൾ കത്തോലിക്ക സഭയിൽ ധൈര്യം ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ ഒപ്പരീഷമൊക്കെ നടത്തുന്നത്. പക്ഷെ അതിന് വേണ്ട കാറ്റഗിസം കിട്ടാത്ത കാരണം ഒപ്പരീഷമ കിട്ടിയവന്മാരും കണ്ണമൃഗം പോലെ പിന്നെയും ജീവിക്കും. എന്താ കിട്ടിയെന്ന് പോലും അറിയാൻ പറ്റാതെ. ധൈര്യം എന്ന് പറയണത് സ്ഥൈര്യലേപനം കൊടുത്ത് നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് അറിയാം. അത് ഇതുപോലെ വിശ്വാസം സ്ഥിരീകരിച്ച് സാക്ഷ്യം ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ്. ഇടംബലം തിരിയാതെ ദൈവസാക്ഷിയായിട്ട് ജീവിക്കാനുള്ള ധൈര്യമാണ് നമുക്ക് ഇതിലൂടെ ലഭിക്കേണ്ടത്. അത് ഞങ്ങൾക്ക് സ്ഥൈര്യലേപത്തിലൂടെ ലഭിക്കണത്. ഞങ്ങളത് ഊതിക്കത്തിക്കുകയും ചെയ്യും. നിങ്ങൾക്കത് വിശ്വാസത്തിലൂടെ ലഭിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തനം സ്ഥിരീകരണം ഉണ്ടാക്കിയാൽ മതി. പ്രവർത്തന സ്ഥിരീകരണത്തിലൂടെ നിങ്ങളുടെ സ്ഥൈര്യലേപനമായി. നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം പ്രാവർത്തികമാക്കുമ്പോൾ മറ്റു മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ ദൈവത്തിനെ ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ, പ്രേക്ഷിത പ്രവർത്തനം നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുമ്പോൾ മറ്റുള്ള പ്രതിസന്ധികളുണ്ടായിട്ടും മറ്റുള്ള ആൾക്കാരെ നിങ്ങൾ കളിയാക്കിയിട്ടും ആക്ഷേപിച്ചിട്ടും നിങ്ങൾ വീണ്ടും പ്രേക്ഷിത പ്രവർത്തനവും അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ അതാണ് നിങ്ങളുടെ സ്ഥൈര്യലേപനം എന്ന് പറയുന്നത്. നിങ്ങൾ സ്ഥിരീകരിച്ചോ. ഇനി ദൈവം അടയാളം ഉടനെ കാണിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പാർവതിയുടെ ഒരു ദൈവാനുഭവം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ശുശ്രൂഷ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പോകാം. പാർവതി ഞങ്ങളെല്ലാവരും സ്പർശിച്ച ഒരു സംഭവം, പാർവതി ഉടമ്പടി അവസാനം പാർവതി തന്നെ ഒന്ന് ഉടമ്പടി ചെയ്യാം. അവൾക്കറിയാമായിരുന്നു ഉടമ്പടി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കമ്മിറ്റ്മെൻറ്റ്സൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ അതിന് അവൾ കുറച്ച് സമയമെടുത്തു, കുറച്ച് മെഡിറ്റേറ്റീവ് ടൈം എടുത്തു. കാര്യം അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മ പറയും, എടി മോളെ നിൻ്റെതല്ലേ കാര്യം, അപ്പം നീ ഇത് കൂടി ഉടമ്പടി എടുക്കണം, മാതാവിന് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തിട്ട് അമ്മ ചെയ്യണ കാര്യമൊക്കെ പാർവതി കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇവളും ചെയ്യണ്ടേ. അപ്പം അതിനൊരു മനസ്സൊരുക്കം വേണം. അതിന് വരട്ടെ, ഞാനും ഓക്കെ ആകുമ്പോൾ ഞാനും അങ്ങനെ അവളെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് അവൾ വന്ന് ഉടമ്പടി ചെയ്യും. ഉടമ്പടി ചെയ്യുമ്പോൾ അവൾ അമ്മയോട് തോന്നിട്ട് അവൾ പണ്ട് ദൈവം അവളെ രക്ഷിക്കാനുള്ള ചരട് മർമ്മം അവളുടെ ജീവിതത്തിൽ പണ്ട് പോലെ ദൈവം അവളെ പരിപാലിക്കുന്നുണ്ട്. അവളുടെ മനസ്സാക്ഷി നല്ലതുകൊണ്ടായിരിക്കും. അവൾ പഠിക്കണ കാലത്ത് ഫ്രഞ്ചാണ് അവൾ സെക്കൻഡ് ലാംഗ്വേജായിട്ട് എടുത്തത്. ഇഷ്ടപ്പെട്ടെടുത്തതല്ല, അത് കിട്ടിക്കൊണ്ട് എടുത്തതാണ്. പക്ഷേ ദൈവം അത് കൊടുത്തതാണ്. അപ്പോൾ അവൾക്കൊരു ചിന്ത വന്ന് ഫ്രാൻസ് കുറച്ച് അറിയാമല്ലോ, ഫ്രാൻസിൽ പോകാൻ വേണ്ടി അമ്മയോട് പറയാം. അപ്പോൾ പക്ഷേ പോകാൻ പറ്റത്തില്ല, 26 ലക്ഷം രൂപ വേണം. 26 ലക്ഷം രൂപയ്ക്ക് എങ്ങനെ പോണേ? നമുക്ക് അപ്പനും ഇല്ല, കാശും ഇല്ല. നിത്യനിവൃത്തിക്ക് വേണ്ടി അവൾ പഠിത്തവും നിർത്തിയിട്ട് അവളും എങ്ങോട്ട് ഒരു ചെറിയ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയും. അപ്പോൾ ഇങ്ങനെ 26 ലക്ഷം രൂപ കിട്ടത്തില്ല. പക്ഷെ അപ്പോഴും അവൾ മനസ്സിൽ പറയും, അമ്മ തരൂ, അമ്മക്കുണ്ട്, അമ്മയുടെ കാശുണ്ട്, അമ്മ തരൂ. അപ്പോൾ അമ്മ തരുമെന്നും പറഞ്ഞുകൊണ്ട് ഇവൾ വന്ന് ഉടമ്പെടുക്കും. ഉടമ്പെടുത്തിട്ട് പറയും, ഒരു കാര്യം എനിക്ക് ഫ്രാൻസിൽ പോകണമെന്ന് എഴുതും, പിന്നെ ഒന്നും എഴുതത്തില്ല. പിന്നെ എഴുതാതെ പറഞ്ഞു, അമ്മേ എനിക്ക് അമ്മയെ കാണണമെന്ന് എഴുതും. പിന്നെ എഴുതും, അമ്മയുടെ കൂടെ ജീവിക്കണമെന്ന് എഴുതും. ഇത് പറഞ്ഞ് നമുക്ക് കരഞ്ഞു വിചാരിക്കാം. അവൾ 5 സാധനം എഴുതി വെച്ചിരിക്കണത്, അമ്മയെ കാണണം, അമ്മയുടെ കൂടെ ജീവിക്കണം. ഇതാണ് ദൈവസ്നേഹമെന്ന് പറയണത്. 6 പ്രാവശ്യം എഴുതി വെച്ചിരിക്കണതിൻ്റെ അകത്ത്. അവൾ ഉടമ്പടി ചെയ്ത ഒരൊറ്റ ഉടമ്പടിയാണ് ഒരു വല്ലാത്ത ഉടമ്പടിയായിപ്പോയത്. സത്യസന്ധമായിട്ട് ചെയ്യണമല്ലേ. വീട്ടിൽ ചെന്നപ്പോൾ പെട്ടെന്ന് അമ്മ ഉടനെ ഉടമ്പടി അന്ന് തന്നെ എടുത്ത്, അമ്മയ്ക്ക് സമയം അധികമില്ലല്ലോ, പെട്ടെന്ന് എടുത്തിട്ട് ഫ്രാൻസിൽ പോകാനുള്ള സെറ്റിൽമെൻ്റ് ആക്കി. അപ്പോൾ എന്താ പറ്റിയത്? 26,000 രൂപ വേണം. 26,000 രൂപ എവിടെ നിന്ന് കിട്ടും? 26,000 രൂപ എവിടെ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഈ അമ്മ, ഈ പാർവതിയുടെ അമ്മ, അവർ ഉടമ്പടി എടുത്ത് മാതാവുമായിട്ട് ലിങ്കിങ് ഉള്ള ആളാണ്. ഇവരൊക്കെ ലിങ്കിങ് ഉള്ള അവരുടെ അമ്മ പറയും, 26,000 രൂപ നിൻ്റെ മാനേജറിനോട് ചോദിക്കാൻ പറയും. അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട്, മാതാവിനോട് പറയുന്നുണ്ട്, മാനേജറോട് ചോദിക്കാം. അവൾ ബാങ്കിൽ എന്തോ ഒരു 1 ഡേ പരിപാടിക്ക് ഈ നമ്മൾ ചില ക്ലർക്ക് പണിക്ക് പോകത്തില്ലേ, അവിടുത്തെ ഉദ്യോഗസ്ഥയല്ല, പുറത്തുള്ള പണി ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പാർവതി പറയും, മാനേജർ, നമ്മൾ ഇന്നലെയാണ് അവിടെ, കഴിഞ്ഞ ആഴ്ചയിലാണ് അവിടെ ഈ ജോലിക്ക് പോയത്. ഇപ്പോൾ 26,000 രൂപയുടെ ലോൺ ചോദിച്ചാൽ അയാൾ അങ്ങനെ വസ്തു ചോദിക്കത്തില്ലേ. നമുക്ക് വസ്തു അതിനകത്ത് വഴിയില്ലാത്ത കാരണം വിലയില്ല, എല്ലാവർക്കും വിലയില്ലാത്ത വസ്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് വസ്തു തള്ളിക്കളയുക.
അപ്പോൾ അത് വിൽക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ ഇങ്ങനെ ബാങ്കുകാർ എടുക്കണം 26 ലക്ഷം രൂപയ്ക്ക്. അപ്പോൾ അമ്മ പറയും, നീ ചോദിക്കുക, നമ്മൾ മാതാവിനും ഒപ്പിച്ചല്ലേ ചെയ്യണത്, വേറെ ആരെയും അടിസ്ഥാനപ്പെടുത്തിയല്ല ചെയ്യണം, നീ ചോദിക്കുമെന്ന് പറയും. ഉടനെ പാർവതി പോയി ബാങ്ക് മാനേജരോട് ചോദിക്കും. ബാങ്ക് മാനേജർ ചോദിക്കാൻ വേണ്ടി വീട്ടിലെ ഈ പഴയ പ്രമാണം എടുത്ത് വിൽക്കാത്ത പുരയിടത്തിൻ്റെ പ്രമാണം എടുത്തുകൊണ്ട് പോണ സമയത്ത് ഇടിയും വെട്ടി മഴ പെയ്യുന്നതോടുകൂടി ഇവൾ അവിടെ അടുത്ത കണ്ട ഒരു ചാപ്പലിലേക്ക് ഓടിക്കയറും, മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി. നല്ല കാറ്റും മഴയുമാണ്. അപ്പോഴാണ് ഒരു സംഭവം വരുന്നു, ഒരു പ്രത്യേക തുമ്പി വരും. ഇങ്ങനെ പറഞ്ഞത്, ഇവളിങ്ങനെ വല്ലാണ്ട് ഈ മഴയത്ത് തുമ്പിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. ജീവിതത്തിൽ ഒരിക്കലും കാണാത്തൊരു തുമ്പി, മനോഹാരിത പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു തുമ്പി. പിന്നെ കാറ്റും മഴയും നിരക്കും. ഉടനെ ഇവൾ ബാങ്കിൽ ചെല്ലുമ്പോൾ ഈ തുമ്പി ഇവളുടെ കൂടെ പോവും. ഇവൾ മാനേജറിനെ കാണുമ്പോൾ തുമ്പി മാനേജറിൻ്റെ അടുത്തിരിക്കും. ഒരു കാര്യം നമ്മുടെ കഥ കണ്ടില്ലേ? ഞാനത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ. ഇവൾ ചോദിക്കും, സാറേ എനിക്ക് ഫ്രാൻസിൽ പോകണം, 26 ലക്ഷം രൂപ വേണമെന്ന് പറയും. അപ്പോൾ മാനേജർ പറയും, അതിനെന്താ, ആ പ്രമാണം കിട്ടുന്നില്ല, നമുക്ക് നാളെ സെറ്റാക്കാമെന്ന് പറയും. നാളെ സെറ്റാക്കാമെന്ന് പറയുമ്പോൾ ഈ തുമ്പി അവിടെ ഇരിക്കുക. അതായത് കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കണം, എന്താണ് വായിച്ചേ? അതായത് കർത്താവിൻ്റെ വചനത്തിൽ അതിശക്തമായൊരു വചനം, അതായത് ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതൻ, പുറപ്പാട് 23 ഉടമ്പടിയിലുള്ളതാണ് ദൂതൻ. പുറപ്പാട് 23:20 ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പുറപ്പാട് 23:20. ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. ഒന്ന് പറഞ്ഞ, ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുവരികയും ചെയ്യും. അപ്പൊ ദൈവം കൽപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഈ ദൂതൻ വഴി മോണിറ്റർ ചെയ്യും. ഭയങ്കര മോണിറ്ററിങ്ങാ. അപ്പോൾ അതായത് നമ്മൾ ബൈബിൾ കാലത്ത് മാത്രം കേട്ടിരിക്കണതും ബൈബിൾ കാലത്ത് ഉരുകാനിരുന്ന സംഭവങ്ങൾ ഇന്നത്തെ വിശ്വാസി ഉരുക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം ഉരുകണമെങ്കിൽ എന്താ വേണ്ടത്? ഒരു 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരുമ്പോഴേ വെള്ളം തിളക്കത്തുള്ളൂ അല്ലേ? വെള്ളി തിളക്കണമെങ്കിൽ 800 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വേണം. അതുപോലെ ഗ്ലാസ്, നമ്മുടെ ഈ ചെറിയ ഗ്ലാസ്സില്ലേ, നമ്മുടെ ഇതുപോലെ, അതായത് ലിക്വിഡ് വാട്ടറൊക്കെ സൂക്ഷിക്കുന്ന മൈന്യൂട്ട് ഗ്ലാസ്സില്ലേ, അത്തരം ഗ്ലാസ് ഉണ്ടാക്കണമെങ്കിൽ 3800 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വേണം. ആ മണ്ണ് തിളച്ച ഗ്ലാസ് ആകണമെങ്കിൽ. അപ്പോൾ ഓരോ മൂലകത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചൂട് വേണം. ബൈബിൾ കാലത്ത് മാത്രം ഉരുകിയിരുന്ന പല മൂലകങ്ങളും പല ദൈവത്തിൻ്റെ പദ്ധതികളും ഇന്നത്തെ മനുഷ്യൻ അതിൻ്റെ അകത്ത് ആവശ്യമായ ചൂട്, വിശ്വാസത്തിൻ്റെ ചൂട്, പ്രത്യാശയുടെ ചൂട്, അതുപോലെ തന്നെ ദൈവസ്നേഹത്തിൻ്റെ ചൂട് നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തെ ശരിക്കും ദൈവം ഉയർത്തുന്നുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അർഹമായ വിശ്വാസം ആരോപിച്ചുകൊണ്ട് നിക്ഷേപിച്ചുകൊണ്ട് ഓരോ വചനത്തെയും ആക്ടിവേറ്റ് ആക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രുതികട ഹല്ലേലൂയ. മുന്നേറിക്കൊണ്ട് വചനത്തെ മാംസമാക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ഭാഗം തന്നെയാണ് ഈ സഞ്ചാരം എന്ന് പറയണത്. നമ്മൾ കണ്ടില്ലേ, ലെവയ 26:9 എന്താ പറഞ്ഞത്? നീയുമായിട്ടുള്ള ഉടമ്പടി ഞാൻ ഉറപ്പിക്കും. അതിനോട് പണ്ട് ചേർത്ത് വായിക്കുന്നതാണ് ലേവ്യർ 26:11.
26:11. ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും. പറഞ്ഞേ, ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും. ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ലേവ്യർ 26:12. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. സഞ്ചാരം എന്നുള്ളത് ഉടമ്പടിയുടെ ഭാഗമാണ്. അമ്മയായാലും അമ്മയുടെ ദൂതനായാലും ഇതുപോലെ ഉടമ്പടി പ്രകാരമാണ് സഞ്ചരിക്കണത്. നമ്മൾ സഞ്ചാരി മാതാവെന്ന ആൾക്കാരെ വെറുതെ പറയണമല്ല, അതുപോലെ വന്ന് ദൈവം നമ്മുടെ കൂടെ വസിക്കുന്ന, അതായത് നിങ്ങൾ ചെയ്യുന്ന ഉടമ്പടി സത്യസന്ധമാണെങ്കിൽ നിങ്ങൾ അതനുസരിച്ചുള്ള ജീവിതം അനപേക്ഷണീയമായിട്ട് സത്യസന്ധമാക്കിയാൽ തീർച്ചയായിട്ടും ഉടമ്പടിയിലുള്ള എല്ലാ വാഗ്ദാനങ്ങളും, അതായത് ദൂതനെ അയക്കുക, നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യം നൽകുക, നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങളെ എത്തിക്കുക, അതെല്ലാം ദൈവം കൃത്യമായിട്ട് ചെയ്യും. അങ്ങനെ ഒരു അനുഗ്രഹം നമുക്കും അവകാശമാക്കാൻ ആവശ്യമായ വിശ്വാസത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും ദൈവം നമ്മളെ നയിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന. ഉടമ്പടിയിലൂടെ കൂടെ സഞ്ചരിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. വലിയ വലിയ സാക്ഷ്യങ്ങൾക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, യേശുവേ നന്ദി, ആരാധന. എല്ലാവരും എഴുന്നേൽക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, യേശുവേ നന്ദി. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. കർത്താവിന് ഏറെ നമുക്ക് നമ്മളോട് ഈശോ സംസാരിച്ച വലിയ ദിവസമാണ്. ഇപ്പോൾ രോഗസൗഖ്യ പ്രാർത്ഥന അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ നെഞ്ചിൽ കൈവച്ചു, ഒരു കൈ നെഞ്ചിലും ഒരു കൈ ശിരസിൽ വെച്ചുകൊണ്ട് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. ഓൺലൈനിലുള്ളവരും ഇവിടെ ആയിരിക്കുന്നു. ഒരു കൈ നെഞ്ചിലും ഒരു കൈ ശിരസിലും വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയുടെ അഭിഷേകത്തിനായി മാതാവിൻ്റെ മാധ്യസ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ദൈവപിതാവേ ആരാധന. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ അപ്പാ, സ്വർഗീയ പിതാവേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സമൂഹത്തിൽ അടയാളങ്ങൾ സംഭവിക്കണമേ. അപ്പാ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സമൂഹത്തില് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലും ജീവിതത്തിലും അടയാളങ്ങൾ സംഭവിക്കണമേ. അപ്പാ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ആഴപ്പെടുത്താറുന്ന വലിയ കരങ്ങള് ഓരോ മകൻ്റെ മേലും മകളുടെ മേലും തൊടുവിക്കാൻ ഇടയാക്കണേ പ്രാർത്ഥിക്കുന്നു. HIV രോഗം ഉൾപ്പെടെ എല്ലാവിധ മാറാത്ത രോഗങ്ങള് ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ വിശുദ്ധ രക്തം എല്ലാ കോശങ്ങളിലും പേശികളിലും പടരട്ടെ. മാരക രോഗങ്ങള്, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങള്, ശിരസിന്റെ രോഗങ്ങള്, സിസ്റ്റ് രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, തലവാദ രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, ബ്ലോക്ക് രോഗങ്ങള്, സിസ്റ്റ് രോഗങ്ങള്, എല്ലാ യേശുവിൻ്റെ നാമത്തില്, PCOD രോഗങ്ങള്, പിസ്റ്റുല രോഗങ്ങള്, മുഴയുടെ രോഗങ്ങള് യേശുവിൻ്റെ നാമത്തില്, യേശുവിൻ്റെ നാമത്തില്, യേശുവിൻ്റെ നാമത്തില് അടയാളങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തില് മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ.
യേശുവിന്റെ നാമത്തില് തിരവേദികൾ തീർന്നു പോകട്ടെ. ശുദ്ധിക്കട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് യേശുനാമം ഈ ആരാധനയോട് മഹത്വപ്പെടുവാൻ കരുണയാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ദൈവപിതാവേ ആരാധന. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ജീവിത തടസ്സങ്ങള്, ജീവിത ദുരിതങ്ങള് ഉടമ്പടി പ്രകാരം 10,000-കണക്കിന് സാക്ഷ്യങ്ങളാൽ ഇപ്പം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്ന ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ പ്രതിസന്ധികൾ, സാമ്പത്തിക പ്രതിസന്ധി, ജോലിയില്ലാത്ത അവസ്ഥകൾ, ജോലി നഷ്ടപ്പെട്ട അവസ്ഥകൾ, കേസിലായിപ്പോയവർ, കോടതിയിലായിപ്പോയവർ, ജയിലിലായിപ്പോയവർ, ലഹരി പദാർത്ഥങ്ങൾ അടിമപ്പെട്ടു പോയവർ, മാനസിക രോഗികൾ, തകർന്നുപോയ കുടുംബങ്ങൾ, അതുപോലെ തന്നെ കുടുംബ കേസുകൾ, കുടുംബ കോടതി കിടക്കുന്ന കേസുകൾ, വിദ്യാർത്ഥികളുടെ പഠനങ്ങൾ, പഠന തകർച്ചകൾ, പരീക്ഷ എഴുതുന്ന മക്കൾ, പരീക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന മക്കളെ, ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്കിട്ടിരിക്കുന്നവരെ, മക്കൾ ഇല്ലാത്തവരെ, പലതരത്തിലുള്ള കേസുകളിലും അതിർത്തി തർക്കങ്ങളിലും താമസിക്കുന്നവർ, പറമ്പില്ലാത്തവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, ജീവിക്കാൻ അതുപോലെ തന്നെ തൊഴിലെടുക്കാനുള്ള വാഹനങ്ങളും സംവിധാനങ്ങളും ഇല്ലാത്തവരെ, അങ്ങനെ പല പല വിഷയങ്ങൾക്ക് വേണ്ടി ഉദ്യമിച്ചു കൊടുക്കുന്ന ഓരോ സംരംഭങ്ങളും കർത്താവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തില് സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പ്രാർത്ഥിക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മുട്ട നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഉടമ്പടി നിബന്ധനകൾ ദൈവസ്നേഹത്തോടെ വിശ്വസ്തയോടെ പാലിക്കുന്നതിലൂടെ ഞങ്ങളുടെ ഉടമ്പടിയെ ദൈവപിതാവേ ഉറപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ ഉടമ്പടിയെ നീ ഉറപ്പിച്ച് ഞങ്ങൾ ഓരോരുത്തരെയും കൃപാസനത്തിൽ നടന്ന മരിയൻ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ